എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കുൽഫിയാണ്. ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കുൽഫിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബ്രെഡ് കൊണ്ടാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വീടുകളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ കുൽഫി ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുകയോ ഒന്നും ചെയ്യരുത്. നല്ല കട്ടിയുള്ള പാല് വേണം നമ്മൾ ഈ കുൽഫി ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. ഈ 1/4 കപ്പ് പാൽ എടുത്തതിൽ നിന്ന് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മാറ്റിവെച്ച പാലിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കലക്കി കൊടുക്കാം. 1.5 ടീസ്പൂൺ അല്ല, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ട ഒന്നും ചെയ്യരുത്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി ഇത് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. വലിയ ബ്രെഡാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 4 സ്ലൈസ് മതിയാകും. ഈ ബ്രെഡിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ബ്രൗൺ ആയിട്ടുള്ള 4 സൈഡും കട്ട് ചെയ്ത് മാറ്റണം. ഈ കട്ട് ചെയ്ത ബാക്കി പീസ് നമ്മളെടുത്ത് കളയേണ്ട ആവശ്യമില്ല. അത് പൊടിച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കി കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കട്ട്ലറ്റോ മറ്റോ ഉണ്ടാക്കുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇത് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ വേണം ഈ ബ്രെഡിന്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കേണ്ട സൗകര്യത്തിനാണ് ഞാനിതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ബ്രെഡ് ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സാഫ്രോൺ ആണ്. നമ്മൾ കുൽഫി ഉണ്ടാക്കുന്നതിൽ സാഫ്രോൺ യൂസ് ചെയ്യും. സാഫ്രോൺ ഇട്ടാൽ മാത്രമേ കുൽഫിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലിനൊപ്പം തന്നെ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിന്റെ ആവശ്യത്തിന് എടുക്കണം. ഈ പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര ചേർത്ത ഉടൻ തന്നെ നമ്മൾ ഇതിലേക്ക് സാഫ്രോണും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 നുള്ളു സാഫ്രോൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാകും. നമ്മൾ ആദ്യമേ സാഫ്രോൺ ചേർക്കുമ്പോഴേക്ക് ശരിക്കും സാഫ്രോണിന്റെ ഒരു കളർ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ കുൽഫിയിൽ കിട്ടും. സാഫ്രോൺ ചേർത്ത ഉടൻ തന്നെ നമുക്ക് 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടാനാണ് ഇതൊക്കെ നമ്മൾ ആദ്യമായി ചേർക്കുന്നത്. ഈ പാല് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഈ പാല് തിളച്ച ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് കുറുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഈ കോൺഫ്ലവർ ഒക്കെ ഇതിലേക്ക് ചേർക്കുന്നത്. ഇങ്ങനെ തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഇതിന്റെ സൈഡിലുള്ള മിൽക്കൊക്കെ ഇതുപോലെ ഒന്ന് വിടിയിച്ചു കൊടുക്കണം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഈ കോൺഫ്ലവർ കലക്കി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കലക്കിയ ശേഷം ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഇളക്കേണ്ടത്. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ പിസ്ത പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബദാം പൊടിച്ചതും എടുത്തിട്ടുണ്ട്. ഈ ബദാം പൊടിച്ചത് ഓപ്ഷണലാണ്. പിസ്ത പൊടിച്ചത് നമുക്ക് ഈ കുൽഫിക്ക് വേണ്ടിയിട്ട് വേണം. അപ്പം ഇത് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സാഫ്രോൺ ഒക്കെ ഇതിൽ കിടന്നിട്ട് ഇനി ഇതൊരു യെല്ലോ കളറിൽ വരും. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഫ്ലെയിം വളരെ കുറച്ചിട്ടിട്ടാണ് ഇളക്കുന്നത്. കണ്ടോ, ആ സാഫ്രോണിന്റെ കളറൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നല്ല ലൈറ്റ് യെല്ലോ കളറായിരിക്കും. കുറച്ചുകൂടി ഒന്ന് കുറുകുമ്പോഴേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം.
ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇത് തണുത്തിട്ടാണ് നമ്മൾ കുൽഫി മോൾഡിലേക്ക് ഒഴിച്ചു വെക്കുന്നത്. കണ്ടോ, ഒട്ടും കട്ട കെട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ട കെട്ടി കഴിഞ്ഞാൽ നമുക്ക് കുൽഫി ഉണ്ടാക്കുമ്പോൾ അത്ര ശരിയാകത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ബ്രെഡിനെ പൊടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ ഈ കുൽഫി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ അറ്റ്ലീസ്റ്റ് 12 മണിക്കൂറെങ്കിലും വെക്കണം. എങ്കിൽ മാത്രമേ ആ കറക്റ്റ് ഒരു രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത്രയും മതിയാകും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഇതുപോലെ കിട്ടണം. കണ്ടോ, ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് ഈ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് കുൽഫി മോൾഡിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ കുൽഫിക്ക് വേണ്ടിയിട്ട് 2 മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു മോൾഡും ഇതുപോലെ മറ്റൊന്നും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ കുൽഫി സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഐസ് സ്റ്റിക്കിന്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ട് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം ഞാൻ മോൾഡിലേക്ക് ഒഴിക്കുന്നത് കാണിച്ചു തരാം. ഇതിവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുൽഫി മോൾഡിലേക്ക് മാറ്റാം. ഞാൻ പറഞ്ഞല്ലേ, ഇതിന്റെ സൈഡിലുള്ളതെല്ലാം എടുക്കണം കേട്ടോ. അടുത്തത് ഞാൻ ഇതുപോലെ എടുത്തിട്ട് സ്റ്റിക്ക് സെന്ററിൽ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ കുൽഫി സെറ്റ് ചെയ്തെടുക്കാം. കുൽഫി മോൾഡ് എടുക്കാനില്ലാത്തവർക്ക് ഇതുപോലെ ഐസ് സ്റ്റിക്കിന്റെ മോൾഡിൽ നമുക്ക് ഇത് ഫില്ല് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു ഐസ് സ്റ്റിക്കിന്റെ മോൾഡാണ്. ഇതിനുള്ളിലേക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ നിറച്ചിട്ട് ഇത് താഴത്തേക്ക് ഒന്ന് തട്ടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് ഉള്ളിലേക്ക് വരത്തുള്ളൂ. പിന്നെ ഈ സ്റ്റിക്ക് ഇത്രയേ ഉള്ളൂ. കുൽഫി മോൾഡിൽ ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുവാണ്. ഇതിപ്പോൾ നമുക്ക് താഴെ ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു ഗ്ലാസ്സോ ഇതുപോലെ എന്തെങ്കിലും ഒരു പൊക്കമുള്ള ഒരു മോൾഡോ എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഇനി ഇത് ഫ്രീസറിൽ 12 മണിക്കൂർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഈ 12 മണിക്കൂറിനിടയ്ക്ക് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തെടുക്കരുത്. ഇനി ഇത് ഇതുപോലെ ഓപ്പൺ ആക്കി വെക്കരുത്. ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് ഐസ് കയറാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു സെറ്റിൽ വേണ്ടേ കുൽഫി വരേണ്ടത്. ഒരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പോ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് വേണം ഫ്രീസറിലേക്ക് വെക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ ഇനി ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റുവാണ്. 12 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം ഈ കുൽഫി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇതിവിടെ 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുൽഫി എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനി നമുക്ക് പുറത്തേക്കെടുക്കാം. പുറത്തേക്കെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് ഒന്ന് ഈ തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി വെച്ച ശേഷം നമുക്ക് ഇത് പുറത്തേക്കെടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ സാധിക്കും. എന്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇതിന് പുറത്തേക്ക് കുറച്ച് പിസ്ത പൊടിച്ചത് കൊണ്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ബ്രെഡ് കുൽഫി ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കുൽഫിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കണ്ട. ഞാനിതൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുൽഫിയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണിത്.